ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ വികസന പദ്ധതികൾക്ക് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം കുറിക്കും. ഗ്രാമവികസന പദ്ധതികളിലൂടെ രാജ്യത്ത് ദാരിദ്ര്യമുക്ത ഗ്രാമങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് തിരിതെളിയും. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. നിരവധി ട്രെയിനുകൾ വൈകിയോടുന്നതായി ഇന്ത്യൻ റെയിൽവേ. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ഹൈദരാബാദ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala and will, to the best of my ability, preserve, protect and defend the Constitution of India and the law, and that I will devote myself to the service and well-being of the people of Kerala. സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബീഹാർ ഗവർണർ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം കേരള ഗവർണർ പദവിയിലേക്ക് എത്തിയത്. ഗോവ നിയമസഭാ സ്പീക്കർ, വനം മന്ത്രി തുടങ്ങിയ സ്ഥാനങ്ങളിലും ശ്രീ ആർലേക്കർ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്നു. ബീഹാർ ഗവർണറായി മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. അശോക് വിഹാറിൽ 1700ഓളം പുതിയ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ചേരി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ ഫ്ളാറ്റുകൾ. നവറോജി നഗറിലും സരോജിനി നഗറിലുമായി 2 നഗര പുനർവികസന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 300 കോടി രൂപ ചെലവിൽ ദ്വാരകയിൽ നിർമ്മിച്ച സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഇന്റഗ്രേറ്റഡ് ഓഫീസ് കോംപ്ലക്സും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി സർവകലാശാലയിൽ 600 കോടി രൂപയുടെ 3 പദ്ധതികളുടെ നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. ഗ്രാമവികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നത് വഴി രാജ്യത്ത് ദാരിദ്ര്യമുക്ത ഗ്രാമങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗ്രാമവികസന മന്ത്രാലയം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും ഈ മാസം 10 ലക്ഷത്തിലേറെ ഭവനങ്ങൾക്ക് അനുമതി നൽകുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ അടുത്ത 5 വർഷത്തിനിടെ 2 കോടി ഭവനങ്ങൾ നിർമ്മിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭോപ്പാൽ വിഷവാതക ദുരന്തം കഴിഞ്ഞ് 40 വർഷം പിന്നിടുമ്പോൾ ദുരന്തം നടന്ന യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ പീതാംപൂരിലേക്ക് മാറ്റി തുടങ്ങി. ജനുവരി 6-നകം മാലിന്യങ്ങൾ നീക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് നടപടി. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് നിലവിൽ പ്രവർത്തനരഹിതമായ ഫാക്ടറിയിൽ നിന്ന് കനത്ത സുരക്ഷയിൽ വിഷമാലിന്യം മാറ്റി തുടങ്ങിയത്. 377 ടൺ മാലിന്യം പീതാംപൂരിലെ രാം കെ എൻറിവോ കമ്പനിയിൽ എത്തിച്ച് നശിപ്പിക്കും. 1984 ഡിസംബറിലാണ് 5400-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഭോപ്പാൽ ദുരന്തമുണ്ടായത്. യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് മീഥൈൽ ഐസോസൈനേറ്റ് വാതകം ചോർന്നതായിരുന്നു ദുരന്തത്തിന് കാരണം. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് ONDC ചെറുകിട ബിസിനസ്സുകളെ ശാക്തീകരിക്കുന്നതിനും കോമേഴ്സിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിനും സംഭാവന നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വളർച്ചയും അഭിവൃദ്ധിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇത് നിർണായക പങ്കുവഹിക്കുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ കോമേഴ്സ് ജനകീയവൽക്കരിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ 2021-ൽ ONDC ആരംഭിച്ചത്. വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ട് ONDC രാജ്യത്തിന്റെ കോമേഴ്സ് മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് തിരിതെളിയും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറമെ തിരുവനന്തപുരം നഗരത്തിലെ 25 വേദികളിലായി ഈ മാസം 8 വരെയാണ് കലോത്സവം. വേദികൾക്ക് കേരളത്തിലെ നദികളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. 249 ഇനങ്ങളിലായി 15,000-ഓളം പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. മംഗലംകളി, ഇരുളനൃത്തം, പണിയനൃത്തം, മലയപ്പുലയ ആട്ടം, പളിയ നൃത്തം തുടങ്ങി 5 തദ്ദേശീയ ഗോത്ര നൃത്തകലകൾ കൂടി പുതുതായി ഉൾപ്പെടുത്തിയതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ പ്രത്യേകത. കാസർഗോഡ് നിന്നാരംഭിച്ച കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര നാളെ വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. സാമൂഹിക പരിഷ്കർത്താവും NSS സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. രാവിലെ പെരുന്ന NSS ആസ്ഥാനത്തെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് നടന്ന മന്നം ജയന്തി സമ്മേളനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. കർമ്മം കൊണ്ട് ശൂന്യതയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച യുഗപ്രഭാവനായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ചടങ്ങിൽ പറഞ്ഞു. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ 4ാം പതിപ്പിന്റെ ഭാഗമായുള്ള ഇന്ത്യൻ വ്യോമസേന എയർ ഷോയുടെ പരിശീലന പ്രദർശനം ഇന്ന് വൈകുന്നേരം 3:30 ബേപ്പൂർ മറീന ബീച്ചിൽ നടക്കും. ഈ മാസം 4, 5 തീയതികളിലാണ് വാട്ടർ ഫെസ്റ്റിവൽ നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. തിരുവനന്തപുരത്തെ സതേൺ എയർ കമാൻഡിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ എയർ ഷോയിൽ പങ്കെടുക്കും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പുറമെ നാവികസേനയും കോസ്റ്റ് ഗാർഡും വാട്ടർ ഫെസ്റ്റിൽ പങ്കാളികളാവുന്നുണ്ട്. ഫെസ്റ്റിന്റെ 2 ദിവസങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും കപ്പലുകൾ ബേപ്പൂർ തുറമുഖത്ത് പൊതുജനങ്ങൾക്കായി പ്രദർശനത്തിനെത്തും. പ്രദർശനം സൗജന്യമായിരിക്കും. ജനുവരി 4 ഉച്ചയ്ക്ക് 2 മുതൽ ബേപ്പൂർ മറീനിൽ കോസ്റ്റ് ഗാർഡിന്റെയും ഡോർണിയർ ഫ്ലൈ പാസ്റ്റും ഉച്ചയ്ക്ക് 3 മുതൽ ബേപ്പൂർ കടലിൽ കോസ്റ്റ് ഗാർഡിന്റെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഡെമോയും അരങ്ങേറും. സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും TDPCയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വാട്ടർ ഫെസ്റ്റായി ബേപ്പൂരിലെയും ചാലിയത്തെയും കടലും കടൽ തീരവും ഒരുങ്ങിക്കഴിയും. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലയിൽ 11 നക്സലൈറ്റുകൾ ഇന്നലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് മുന്നിൽ കീഴടങ്ങി. ദണ്ഡകാരണ്യ മേഖലയിലെ മാവോയിസ്റ്റുകളിൽ പ്രധാനിയായ വിമല ചന്ദ്ര സിദ്ദാം ഉൾപ്പെടെയുള്ളവരാണ് കീഴടങ്ങിയത്. മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കാൻ മഹാരാഷ്ട്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മഹാരാഷ്ട്രയെ വൈകാതെ നക്സൽ വിമുക്തമാക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശൈത്യത്തിന്റെ പിടിയിൽ. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശൈത്യം അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ കുറഞ്ഞ താപനില 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയിലേക്കുള്ള 43 ട്രെയിനുകൾ 5 മണിക്കൂർ വരെ വൈകി ഓടുകയാണ്. യാത്രക്കാർ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് ട്രെയിനുകളുടെ തൽസ്ഥിതി പരിശോധിക്കണമെന്ന് റെയിൽവേ നിർദ്ദേശിച്ചു. രാജ്യത്തിന്റെ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യ മേഖല അടുത്ത കാലത്ത് സമഗ്ര പരിഷ്കരണത്തിന് വിധേയമായതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം. ജെം പ്ലാറ്റ്ഫോം, ഉമാങ്, സഞ്ജീവനി, കോർട്ട് തുടങ്ങിയ സംവിധാനങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായെന്നും മന്ത്രാലയം വ്യക്തമാക്കി. UPI പണമിടപാട് സംവിധാനത്തിലൂടെ വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകളെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ഏകോപിപ്പിക്കാൻ സാധിച്ചതും വലിയ നേട്ടമാണ്. സൈബർ സുരക്ഷിത് ഭാരത് സംരംഭത്തിലൂടെ ഓൺലൈൻ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാനുള്ള സംവിധാനം രാജ്യത്ത് ശക്തിപ്പെടുത്തിയതായും ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം വ്യക്തമാക്കി. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ഹൈദരാബാദ് FCയെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 7:30 മത്സരം. 13 കളികളിൽ നിന്നും 29 പോയിന്റുമായി നിലവിൽ പട്ടികയിൽ 1ാമതാണ് മോഹൻ ബഗാൻ. പോയിന്റ് പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഹൈദരാബാദ്. ഹോക്കി ഇന്ത്യ ലീഗിൽ ഇന്ന് സുർമ ഹോക്കി ക്ലബ്ബ് UP രുദ്രാസിനെ നേരിടും. റൂർക്കേലയിലെ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയത്തിൽ രാത്രി 8:15 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 979 പോയിന്റ് ഉയർന്ന് 79,487-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 311 പോയിന്റ് ഉയർന്ന് 24,054-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 240 രൂപ ഉയർന്ന് 57,440-ഉം ഗ്രാമിന് 7,180-ഉമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ വികസന പദ്ധതികൾക്ക് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം കുറിക്കും. ഗ്രാമവികസന പദ്ധതികളിലൂടെ രാജ്യത്ത് ദാരിദ്ര്യമുക്ത ഗ്രാമങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശനിയാഴ്ച തിരുവനന്തപുരത്ത് തിരിതെളിയും. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നതായി ഇന്ത്യൻ റെയിൽവേ. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ഹൈദരാബാദ് FCയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.